കോളറും ഏകദേശം ഒരു ഷർട്ടിൻ്റെ പോലത്തെ ഒരു സ്ലീവ് വരുന്ന ഒരു കഫ് സ്ലീവും വെച്ചിട്ടുള്ള ഈ ഒരു പെപ്ലം ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഒഴിവാക്കിയ ഒരു ഷാളിൽ നിന്നാണ് കേട്ടോ. വെറും 1.5 മീറ്റർ മാത്രമാണ് കേട്ടോ ഈ ഒരു ഷാൾ ഉണ്ടായിരുന്നത്. ഏറെക്കുറെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെയാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരു ഷാളിന്റെ മെറ്റീരിയൽ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അതിന്റെ കളർ നല്ല രസമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതും കൊണ്ട് ചെയ്തത്. ഈ ഒരു ഷോളിന്റെ വീതി വന്നിട്ട് 27 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ലെങ്ത് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 1.25 മീറ്ററിന്റെ അടുത്ത് മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഷോളിന്റെ അറ്റത്തുള്ള ഈ ഒരു നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മടക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 10 ഇഞ്ച് വീതിയിലാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് ലൂസിലും കൂടെ വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഒരു 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയതിൻ്റെ താഴത്തേക്ക് നേരെ താഴത്തേക്ക് ഞാനൊരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നീളത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളൊക്കെ ഞാനൊന്ന് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കുക. ഇനി ആ സ്ക്വയർ ആക്കിയതിൻ്റെ ആ ഒരു കോണിൽ വെച്ചിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൈക്കുഴി കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ ഇതേപോലെ കർവ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇഞ്ച് ഇപ്പുറത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിലും ഈ 2 പോയിന്റുകൾ വെച്ചിട്ടും സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ വീനക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിങ്ങനെ സ്ക്വയർ ആക്കാണ്ട് ഇങ്ങനെ നേരെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ബാക്കിൽ വരുന്ന നെക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പീസ് എടുത്തിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു നെക്കാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുള്ളത്. സാധാരണ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടുത്തെ സ്ലോപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൈ വെട്ടിയതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു 1 ഇഞ്ച് താഴേക്ക് ആക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇനി ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ വെട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പ് കിട്ടും കേട്ടോ. ഫ്രണ്ടിൽ കട്ട് ചെയ്ത് വെച്ച വീനക്ക് മാറ്റിയിട്ട് ഞാനിവിടെ അതേ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലുള്ള ഒരു റൗണ്ട് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഷോളിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സ്ലീവ്സിനുള്ള ഭാഗം നമ്മൾ മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 21 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ എല്ലാ സ്ഥലത്തും ഞാനിങ്ങനെ 21 മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ലീവിനുള്ള ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ്സ് ലാസ്റ്റ് വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ ചെയ്യുന്നത്. സ്ലീവ്സ് ഇപ്പം കട്ട് ചെയ്യാണ്ട് മാറ്റി വെക്കുന്നത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു പീസും കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഞാൻ ആ പീസ് അറ്റാച്ച് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോളിൽ ഇനി ബാക്കിയുള്ളത് ഇത്രയുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ടോപ്പിൻ്റെ അടിയിലുള്ള ഒരു വരുന്നൊരു ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. അത് ഞാനൊരു 6.5 ഇഞ്ചിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ എത്രത്തോളം ഇങ്ങനെ കിട്ടാവുന്നോ അത്രത്തോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കൊരു 3 പീസായിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഒരു 6.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ നീളത്തിലുള്ള ഒരു 3 പീസുകളാക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. ഇനി ഇതിൽ നമുക്ക് വേണ്ടാത്ത ഒരു 3 പീസുകൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ഈ ബാക്കി വന്ന ഈ 3 പീസുകൾ ഇതേപോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വെട്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സ്ലീവ്സിന്റെ ഈ ഒരു പീസ് എടുക്കാം കേട്ടോ. ഈ ഒരു പീസ് ഞാൻ ഇതേപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അത് ഇതേപോലെ മടക്കിയിട്ട് ഒരു 4 ആക്കി മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവ്സ് ആ ഒരു ചെരിച്ച് മുറിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് ഇതേപോലത്തെ ഒരു പീസുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്ര വീതി ഈ തുണിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു പീസ് വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊരു 10 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെക്കേണ്ട ആ ഭാഗത്തു നിന്ന് ഒരു 3.5 താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൽ നമ്മൾ ഫ്രില്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ഫ്രില്ല് ഞാൻ ഇതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രില്ലിടാൻ ഇത് മാത്രമല്ല വേറെ കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ ഞാനിത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് ആണ് കേട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു 6.5 ഇഞ്ചിൽ മുറിച്ചിട്ട് നമ്മളിത് യോജിപ്പിച്ചിട്ടുള്ള അതൊരു പീസാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മളെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതേപോലെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാൻ നോർമലി തന്നെയാണ് കേട്ടോ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പീസ് വെച്ചിട്ട് സ്ലീവ്സ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ലീവ്സ്. അപ്പോൾ ഈ സ്ലീവ്സ് നമ്മൾ ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് നോർമലായിട്ട് കൂട്ടി അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിന് ശേഷം നമ്മുടെ സ്ലീവ്സ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സ്ലീവ്സിൻ്റെ നമ്മൾ സെൻറ്റർ ഭാഗം ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നേരെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ കട്ടല്ല ഇട്ട് കൊടുത്തത്, ഞാനിവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സ്ലീവ്സിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു. ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ മാർക്കുകൾ രണ്ടും കൂടിയിട്ട് ഒന്നിച്ചിട്ട് നല്ല ഭാഗവും ചേർത്തിട്ട് ഇതേപോലെ വെക്കുക. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ നിവർത്തിയിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നല്ല ഭാഗവും ടോപ്പിൻ്റെ ഒരു നല്ല ഭാഗവും കൂടെ കൂട്ടിയിട്ട് ആ മാർക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത്
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തെന്നി പോകാണ്ടിരിക്കും കേട്ടോ. ഞാനിവിടെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് അടിച്ചതിന് ശേഷം പിന്നെയും സെൻറ്റർ ഭാഗത്തു നിന്ന് എടുത്തിട്ട് പിന്നെയും ഇതേപോലെ കൂട്ടി വെച്ചിട്ട് താഴത്തേക്ക് അടിക്കാണ് കേട്ടോ ചെയ്യൽ. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ അത്രയും യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് അടിക്കാം കേട്ടോ. ഞാനിവിടെ സ്ലീവ്സ് ഒരു കഫ് സ്ലീവ്സ് പോലെയാണ് കേട്ടോ അടിക്കുന്നത്. ഏകദേശം ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ടിൻ്റെ സ്ലീവ് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു 9 ഇഞ്ച് ലെങ്ത്തിലും ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സ്ലീവിൻ്റെ താഴെ ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ചിലൊരു ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അറ്റത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പീസിൻ്റെ നല്ല ഭാഗവും ആ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലീറ്റ്സ് മാറി പോകാണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് കേട്ടോ ഇതിൻ്റെ പുറം വശം ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അകംവശത്തേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അറ്റത്ത് ഒന്നും കൂടി മടക്കിയിട്ട് ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. അതേപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ തയ്യൽ തുമ്പ് ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഷർട്ടിൻ്റെ ഒക്കെ സ്ലീവ് പോലെ തോന്നുമെങ്കിലും എക്സാക്റ്റ് അതുപോലെ അല്ല കേട്ടോ. ഷർട്ടിൽ ഉണ്ടാവുന്ന ആ ഒരു ഓപ്പൺ ഭാഗം ഇതിനുണ്ടാവില്ല, ഇതിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ലീവ്സിൻ്റെ എൻഡിൽ തുടങ്ങിയിട്ട് നമ്മൾ ആ യോക്ക് പോർഷൻ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ ഷേപ്പാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ 2 പീസസ് ജോയിൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്ത പീസസിലേക്ക് ഇതേപോലെ കയറ്റിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ യോക്ക് പോർഷനിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനത്തെ ഒരു പീസ് കൊടുത്തത് അവിടെ തുണി തികയാണ്ട് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തികേടാവുമെന്നെങ്കിലും ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ അവിടെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പീസ് ഉണ്ടാവും. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു സ്ലീവിൻ്റെ അതേ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മറിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമാണ് കേട്ടോ ഇതേ കാണുന്നത്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയാണ് ഉണ്ടാവുക. നമ്മളെ കൈയിൻ്റെ അടിയിലായതുകൊണ്ട് ഇതങ്ങനെ ശ്രദ്ധിക്കുകയില്ല, കാണുകയില്ല കേട്ടോ. നമ്മൾ നീറ്റായിട്ട് നമുക്ക് വേണ്ടത്ര അളവിൽ ഇത് ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം ആ ഫ്രില്ല് ഇട്ട് കൊടുത്ത ആ ഒരു പീസ് ഇതിൻ്റെ അടിയിലേക്ക് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് എടുക്കുക കേട്ടോ. ഇതിനൊരു 7 ഇഞ്ച് വിഡ്ത്താണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 26 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഷോളിൽ നിന്ന് പറിച്ച് വെച്ചിട്ടുള്ള ബാക്കി ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പീസ് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഈ കഴുത്തിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പീറ്റർ പാൻ കോളർ പോലെ ആക്കാമെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് എടുത്തത്. ആ ഒരു പീസിൽ അതിലൊരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഈ നെക്കിൽ വന്നിട്ടും ഞാനിവിടെ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നത് ആ പീസിൻ്റെ ചീത്ത ഭാഗവും കഴുത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചീത്ത ഭാഗത്തിലേക്കും വെച്ചിട്ട് ഇതേപോലെയാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ടോപ്പ് നല്ല ഭാഗം വെച്ച് ഇതേപോലെ മറിച്ചിടുക. അതിനുശേഷം ആ പീസിൻ്റെ നല്ല ഭാഗവും ഇതേപോലെ നേരെ മറിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ചീത്ത ഭാഗം നമ്മളെ കഴുത്തിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഇതേപോലെ നേരെ കയറ്റി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴെ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വരെ മാത്രമാണ് അത് പിൻ ചെയ്ത് കൊടുക്കുക. ആ നെക്കിൻ്റെ കംപ്ലീറ്റ് റൗണ്ടിൽ അത് പിൻ ചെയ്ത് കൊടുക്കണ്ട. ആ ഷോൾഡറിൻ്റെ തൊട്ട് താഴെ വരെ മാത്രം പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു നമ്മൾ സ്റ്റിച്ച് നിർത്തി അവിടെ തൊട്ടിട്ട് നമ്മൾ ഇതേപോലെ നീളത്തിൽ ഒരു വര വരച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നീളത്തിൽ തന്നെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാണ്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ആ ഒരു ചെറിയ ചെറിയ നൂലുകൾ മാത്രം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഗ്യാപ്പ് കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ മടക്കി അടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആ പീസ് അതേപോലെ തന്നെ മാറ്റി വെക്കുക. ഇനി നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അളവ് എടുക്കണം കേട്ടോ. എത്ര വേണം, സെയിം ആയിരിക്കണം. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ളത് സെയിം ആയിരിക്കും. അതിനുശേഷം നമ്മൾ സെയിം ആ മുറിച്ച് മാറ്റിയിരിക്കുന്ന അതേ ഒരു ഭാഗത്തുള്ള അതേ പീസ് എടുക്കുക. ആ പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇപ്പുറത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ അത് കയറ്റി വെക്കണം. നമ്മൾ അവിടെ നിന്നാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അത് കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒരു റൗണ്ടിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു നെക്കിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ എന്ന് കുറച്ച് അപ്പുറത്തേക്കും ഉണ്ടാവും. അതും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു നെക്ക് നമ്മൾ അടിച്ച് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ സ്റ്റിച്ച് ഉണ്ടാവുക. അതായത് അതിൻ്റെ നല്ല ഭാഗത്തേക്കായിരിക്കും അതിൻ്റെ സ്റ്റിച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇപ്പുറത്തെ വശത്തേക്കും ഉള്ള ഈ ഒരു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻട്രൽ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 പീസുകളും സെൻട്രൽ പോർഷനിൽ വന്ന് ജോയിൻ ചെയ്യാണ്ട് കുറച്ച് ഇപ്പുറത്തേക്കാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ നമ്മളവിടെ ആ വിട്ടിട്ടുള്ള ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ പുറത്തേക്കോ അകത്തേക്കോ കാണാണ്ട് നമ്മൾ നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഔട്ട്ഫിറ്റ് ഫ്രം ഷോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.